ഈ കിടക്കുന്നത് ശവങ്ങളാണ്, ഒരിക്കൽ ജീവിച്ച മനുഷ്യർ. വാരാണസിയിലെ ഘാട്ടുകളിലൂടെ നടക്കുമ്പോൾ നമുക്ക് ജീവിതം പഠിക്കാനും മനുഷ്യൻ എന്നുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവും ലഭിക്കും. ഗംഗാനദിയുടെ തീരത്ത്, സാക്ഷാൽ പരമശിവന്റെ ദേശത്ത്, മണികർണിക ഘാട്ടിൽ ശവങ്ങൾ കത്തിയെരിയുന്നു. ഈ ഓരങ്ങളിൽ ഒരുപാട് ശവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി കത്തിയെരിയാൻ കാത്തു നിൽക്കുകയാണ്. അഹങ്കാരം നിന്നെ പിടികൂടിയാൽ നീ ഒരിക്കലെങ്കിലും വന്ന് സന്ദർശിക്കേണ്ട സ്ഥലമാണ് വാരാണസി എന്നുള്ളത്. ജാതിയും മതവും മനുഷ്യൻ നിർമ്മിച്ചതാണ്. എന്നാൽ നീ ഇവിടെ എത്തുക എന്നത് നിന്റെ ഭാഗ്യം മാത്രമായിരിക്കും, അല്ലെങ്കിൽ കാലത്തിന്റെ നിയോഗവും. മരണമാണ് സത്യമെന്ന് നീ തിരിച്ചറിയുക. കിട്ടിയ ചെറിയ ജീവിതം സന്തോഷത്തോടെ, സ്നേഹത്തോടെ, ആരെയും ദ്രോഹിക്കാതെ, കഴിയുമെങ്കിൽ മറ്റുള്ളവരെ സഹായിച്ച് അഹങ്കാരമില്ലാതെ ജീവിക്കുക. ശംഭോ മഹാദേവ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു ഫൺ നിറഞ്ഞ ഒരു പ്രാങ്ക് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. ഫേക്ക് ലൈവ് ലെറ്റ്സ് ഫേക്ക് ഇറ്റ് എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. ഒരു സെലിബ്രിറ്റി എന്ന പോലെ ഒരുപാട് ഓഡിയൻസ് ഉള്ള ഒരു ലൈവ് ഇമിറ്റേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ആപ്പാണിത്. വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരു പ്രാങ്കിങ് ആപ്ലിക്കേഷനാണ് ഇതെന്നുള്ളത്. चलिए मालिक यही तो उस पट्टी कर लीजिए, क्या दिक्कत नहीं है ना। चलिए पानी तो नहीं है। अच्छा हो। हाँ, कल्याणी बाबा हो, ध्यान रक्षापड़ो, धरती माता नागजी बाबा, भूतनाथ बैकुंठम भाई, इंडिया भाई, हर हर महादेव। ओके, थैंक यू सबकी कल्याण करे, सबके मालिक. സോ ഗൈസ്, ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ ജീവിതം എന്നുള്ളത്. ഓക്കെ, നമുക്കിവിടെ കാണാൻ കഴിയും ഡെഡ് ബോഡികളാണ് എരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, ഇവിടെ ഇപ്പോൾ കത്തി തീരുന്നതിന് മുമ്പ് തന്നെ ആ വിറവെടുത്ത് ഇങ്ങോട്ട് അവർ മാറ്റുന്നുണ്ട്. ഓക്കെ, അടുത്ത് വീണ്ടും റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. സോ ഇതെല്ലാം ആ ഡെഡ് ബോഡി കത്തിച്ചതാണ്. ലുക്ക്, ആ ഡെഡ് ബോഡി അവിടെ കിടന്ന് കത്തുന്നുണ്ട്. ഒരുപാട് ഡെഡ് ബോഡികൾ കത്തുന്നുണ്ട്. അത് കത്തി തീരുന്നതിന് മുമ്പ് തന്നെ തോന്നുന്നു ആ വിറകെടുത്ത് ഇങ്ങോട്ട് മാറ്റുന്നു. ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ ഡെഡ് ബോഡീസ് കത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഇപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് തന്നെ ഒരുപാട് ഡെഡ് ബോഡീസ് താഴെയെല്ലാം നിലത്തെല്ലാം കിടത്തിയിരിക്കുന്നു. ഒന്ന് കഴിഞ്ഞ് ഇങ്ങനെ കത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഈ ഒരു സ്ഥലം എന്നുള്ളത് ഒരു കോൺസെപ്റ്റാണ്, അതായത് ലൈഫ് ആൻഡ് ഡെത്ത് എന്നതാണ് കാശി എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഹിന്ദു ആണെങ്കിലും, ക്രിസ്ത്യൻ ആണെങ്കിലും, മുസ്ലിം ആണെങ്കിലും, അല്ലെങ്കിൽ എന്നെപ്പോലെ സാധാരണ മനുഷ്യനാണെങ്കിലും നിങ്ങൾക്കിവിടെ വിസിറ്റ് ചെയ്യാവുന്നതാണ്. ജാതി മതം എന്നുള്ളതല്ല ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കുറച്ച് ലെസൺസ് ആണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും മരിച്ചതിന് ശേഷം കത്തിച്ച് കളയുന്നു. ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്ന കാലഘട്ടം, കുറച്ചു കാലം ഭൂമിയിൽ ജീവിച്ചതിന് ശേഷം മരിക്കുന്നു. അവിടെ നമ്മൾ കാണുന്നത് കൊണ്ട് കത്തിക്കുന്നു, അല്ലേ? അത്രയേ ഉള്ളൂ ജീവിതം എന്നുള്ളത്. സോ ഈ ഒരു ജീവിതത്തിൽ ഒരിക്കലും ആരെയും ദ്രോഹിക്കരുത്, ആരെയും ചതിക്കരുത് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. നമ്മൾ ആരെങ്കിലും ഒരാളെ ചതിച്ചാൽ, നമ്മൾ ആരെങ്കിലും ഒരാളെ ദ്രോഹിച്ചാൽ അത് നമുക്കും തിരിച്ച് അതിൻ്റെ ഇരട്ടിയായിട്ട് കിട്ടും. ഇത് പ്രകൃതിയുടെ ഒരു നിയമം കൂടിയാണ്. കാശി, ബനാറസ്, വാരണാസി ഇവയെല്ലാം ഒന്ന് തന്നെയാണ്. ഒരുപാട് കഥകളുണ്ട്. പക്ഷെ ഒരു കഥ എന്നുള്ളത് കല്യാണം കഴിഞ്ഞ് ഭാര്യയും മക്കളുമായിട്ട് മറ്റൊരു സിറ്റിയിലേക്ക് പോയി ജീവിക്കാൻ വേണ്ടിയിട്ട് ശിവൻ നിർബന്ധിതനായി. അപ്പോൾ ലോകം മുഴുവൻ നോക്കിയപ്പോൾ ശിവൻ കണ്ടെത്തിയ ഒരു സ്ഥലം, അത് കാശിയാണ്. ശിവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സിറ്റി. അങ്ങനെ ശിവൻ ഇവിടെ വന്ന് താമസിച്ചു, ഫാമിലിയായിട്ട് ഇവിടെ വന്ന് താമസിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ലോകം മുഴുവൻ നശിച്ചാലും, ലോകം അവസാനിച്ചാലും ഒരിക്കലും ഈ കാശി നശിക്കില്ല എന്നുള്ളതാണ്. അത് ശിവൻ പറഞ്ഞതാണ്. ഒരിക്കലും കാശി മരുഭൂമി ആകില്ല എന്ന് ശിവൻ പറയുന്നുമുണ്ട്. ഇതേ തീമാണ് കൽക്കി എന്ന മൂവിയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കവിടെ കാണാൻ കഴിയും ലോകം മുഴുവൻ നശിച്ചു, പക്ഷെ ഒരേ ഒരു സിറ്റി മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. അത് കാശിയാണ്. കാശിയുടെ തീമിലാണ് കൽക്കി എന്ന മൂവി നമുക്ക് കാണാൻ കഴിയുക.